അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുപരിചിതമായ മാസമാണ് ദുൽഹിജ്ജ. വർഷത്തിൻ്റെ മറ്റ് ദിവസങ്ങളെക്കാൾ ദുൽഹിജ്ജ ആദ്യത്തെ 10 ദിവസങ്ങളെ അള്ളാഹു ശ്രേഷ്ഠമാക്കി. സൂറത്തുൽ ഫജ്ർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. വൽ ഫജ്രി വലയാലിൻ അശ്ർ, പ്രഭാതത്തെ തന്നെ സത്യം, 10 ദിനരാത്രങ്ങളെ തന്നെ സത്യം. അള്ളാഹു സത്യം ചെയ്യാൻ തിരഞ്ഞെടുത്ത 2 സമയങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ടത്രേ. പ്രഭാത നമസ്കാരം ജമാഅത്തായി ആരെങ്കിലും നമസ്കരിച്ചാൽ അവൻ രാത്രിയിൽ നിന്ന് നമസ്കരിച്ചവനെ പോലെയും അവൻ്റെ ആ ദിവസം അള്ളാഹുവിൻ്റെ ദിമ്മത്തിലായി തീരുകയും ചെയ്യുന്നതാണ്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ബശ്ശിറിൽ മശാഇന ഫിൽ മിനൽ മസാജിദി മിൻ നൂരി താംബി യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇരുളിലൂടെ നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്നവർക്ക് ഖിയാമത്ത് നാളിൽ പരിപൂർണ പ്രകാശം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. മറ്റൊന്ന് മലക്കുകളുടെ സാന്നിധ്യം. ഫജ്ർ നമസ്കാരത്തിലും അസ്ർ നമസ്കാരത്തിലും ഒരു വിഭാഗം മലക്കുകൾ ഡ്യൂട്ടിക്ക് വേണ്ടി ഇറങ്ങുകയും കയറുകയും ചെയ്യുന്ന സമയമായതുകൊണ്ട് ഈ 2 ജമാഅത്ത് നമസ്കാരങ്ങളിലും അവർ പങ്കെടുക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മൽ സല്ലൽ ബർദൈനി ദഖലൽ ജന്ന, ആരെങ്കിലും ഈ 2 നമസ്കാരങ്ങളുടെ ജമാഅത്തിൽ പങ്കെടുത്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വലിയ പ്രതിഫലം കിട്ടുന്ന മറ്റൊരു കാര്യമാണ് ഫജ്റിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫിഹ, അത് ദുനിയാവും അതിലുള്ള വസ്തുക്കളെക്കാളും ഏറെ ഉത്തമമാണ്. ഇത്രയും പ്രതിഫലം സുന്നത്തിന് ലഭിക്കുന്നു എങ്കിൽ ഫർളിൻ്റെ പ്രതിഫലം ചിന്തിക്കാവുന്നതേയുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഏതൊരാളും ഉറങ്ങാൻ കിടന്നാൽ അവൻ്റെ പിരടിയിൽ ശൈത്താൻ 3 കെട്ടുകൾ കെട്ടും. ഉണർന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, അഥവാ അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വ ഇലൈഹിൻ നുശൂർ എന്ന ദിക്ർ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റാൽ 1 കെട്ട് അഴിയുകയും ഉളുവെടുക്കുന്നതോടുകൂടെ 2ാമത്തെ കെട്ടും നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ 3ാമത്തെ കെട്ടും അഴിയുകയും ചെയ്യുന്നതാണ്. അവൻ്റെ ആ ദിവസം വളരെ ഉന്മേഷത്തിലും സന്തോഷത്തിലും റാഹത്തിലുമായിത്തീരുന്നു. പ്രഭാതത്തിലെ എല്ലാ ജോലികളിലും പ്രത്യേകം ബർക്കത്തുണ്ടാകും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹ, അല്ലാഹുവേ എൻ്റെ ഈ സമുദായത്തിന് അവരുടെ പ്രഭാതത്തിൽ നീ അവർക്ക് ബർക്കത്ത് ചെയ്യണമേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രക്കും യുദ്ധത്തിലേക്ക് സഹാബത്തിനെ അയക്കാനും മറ്റും പ്രഭാതമാണ് തിരഞ്ഞെടുത്തിരുന്നത്. വലയാലിൻ അശ്ർ, ഇവിടെ കൂടുതൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളാണ്. മഹത്തായ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് വളരെ പവിത്രത വന്നത്. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും വർണ്ണവർഗ ദേശഭാഷ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു കൂടുന്ന ദിനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറഫ ദിവസം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ ദിനമാണ്. ഈ ദിനത്തിൽ അള്ളാഹു പോലും അവൻ്റെ മലക്കുകളുടെ മുമ്പിൽ ഈ സൃഷ്ടികളെ കാണിച്ചുകൊണ്ട് പ്രൗഢി നടിക്കുന്ന സമയമാണ്. ദുആക്ക് വളരെ ഇജാബത്തുള്ള സന്ദർഭം, അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള അവസരവുമാണ്. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അറഫ ദിവസം നോമ്പനുഷ്ഠിക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണ്. കാരണം ആദം സന്തതികൾ ചെയ്യുന്ന അമലുകൾ അള്ളാഹുവിന് വേണ്ടി ആണെങ്കിലും നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു പറയുന്നു, അസ്സൗമുലി വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിൻ്റെ പ്രതിഫലം നൽകുന്നതും ഞാൻ തന്നെയാണ്. മറ്റൊന്നാണ്
ദാനധർമ്മം. അതിനെ സംബന്ധിച്ച് അള്ളാഹു സൂചിപ്പിക്കുന്നത് മൻദല്ലദി യുക്രിദുല്ലാഹ ഖർലൻ ഹസനൻ ഫയുദാഇഫഹു ലഹു അദ്ആഫൻ കസീറ. ആരെങ്കിലും നല്ലതായ കടം കൊടുക്കൽ തയ്യാറായാൽ, അഥവാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ സമ്പത്ത് വിനിയോഗിക്കാൻ സന്നദ്ധനായാൽ അതിൻ്റെ ഇരട്ടി പ്രതിഫലം അള്ളാഹു അവന് നൽകുന്നതാണ്. എത്ര ഇരട്ടിയെന്ന് ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ഖുർആൻ പാരായണം ചെയ്യുക, പ്രത്യേകിച്ച് സൂറത്തുൽ ഫജ്ർ, ഈ 10 ദിനരാത്രങ്ങളിൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും മറ്റ് ദിവസങ്ങളിൽ പാരായണം ചെയ്താൽ ഖിയാമത്ത് നാളിൽ അവനത് പ്രകാശമായി തീരുകയും ചെയ്യുന്നതാണ്. തഹ്ലീൽ, തക്ബീർ, തഹ്മീദ് അധികരിപ്പിക്കുക. ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ മറ്റ് സമയങ്ങളിലെ കർമ്മങ്ങളിലേക്കാൾ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ റബ്ബുൽ ഇസ്സത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.